നമ്മൾ ദിവസവും നോക്കുന്ന കണ്ണാടികൾ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചവയാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഗ്ലാസോ രസമോ ഇല്ലാതെ ഒരു ലോഹകഷ്ണം മിനുക്കി പ്രകാശം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരുന്നു. ലോകത്തിലെ തന്നെ 8 അത്ഭുതങ്ങളിൽ ഒന്നായി പലരും വിശേഷിപ്പിക്കപ്പെടുന്ന ആറന്മുള കണ്ണാടി. ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിലെ രഹസ്യവും പമ്പാ നദിയിലെ കളിമണ്ണിന്റെ പ്രാധാന്യവും നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കലാരൂപം ഉത്ഭവിക്കുന്നത്. ഇതിഹാസം അനുസരിച്ച് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിക്കാൻ ശങ്കരൻ കോവിലിൽ നിന്ന് വന്ന വിശ്വകർമ്മ രാജരാണ് ഇതിനു പിന്നിൽ. വിഗ്രഹം നിർമ്മിക്കുന്നതിനിടയിൽ അവിചാരിതമായി കണ്ടെത്തിയ ഒരു ലോഹക്കൂട്ടിൽ നിന്നാണ് ഈ കണ്ണാടിയുടെ പിറവി. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രത്യേക സംരക്ഷണയിൽ വളർന്ന ഈ കല ഇന്ന് യുനെസ്കോയുടെ പോലും ശ്രദ്ധയാകർഷിച്ച ഒരു ഭൗമസൂചിക പദവിയുള്ള ഉൽപ്പന്നമാണ്. സാധാരണ കണ്ണാടികൾ ഗ്ലാസിന് പിന്നിൽ സിൽവർ നൈട്രേറ്റ് പൂശിയാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ആറന്മുള കണ്ണാടി ഒരു മെറ്റൽ മിററാണ്. ഇതിന്റെ പ്രധാന ചേരുവകൾ ചെമ്പും ഈയവുമാണ്. ഇതിന്റെ കൃത്യമായ അനുപാതം ഇന്നും ആറന്മുളയിലെ ഏതാനും കുടുംബങ്ങൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. ഏകദേശം 10% മുതൽ 30% വരെ ടിൻ ചേർത്താണ് പ്രത്യേക മെറ്റൽ മിറർ നിർമ്മിക്കുന്നത്. സാധാരണ ഓടിനേക്കാൾ കടുപ്പമേറിയതും എന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സ്വഭാവമുള്ള ഒരു ലോകസങ്കരമാണിത്. എന്തുകൊണ്ടാണ് ആറന്മുള കണ്ണാടിക്ക് പമ്പയിലെ കളിമണ്ണ് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? ഇതിന് പിന്നെ ശക്തമായ ഒരു സാങ്കേതിക കാരണമുണ്ട്. പമ്പയിലെ എക്കൽ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന സിലിക്കയുടെ അളവും അതിൻ്റെ മൃദുത്വവും അച്ചുകൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. ലോഹം ഉരുക്കി ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ ചൂടിനെ താങ്ങാൻ ഈ കളിമണ്ണിന് പ്രത്യേക കഴിവുണ്ട്. മെഴുകിൽ തീർത്ത മാതൃകയ്ക്ക് ചുറ്റും ഈ കളിമണ്ണ് തേച്ച് പിടിപ്പിക്കുമ്പോൾ ലോഹത്തിന് ലഭിക്കേണ്ട കൃത്യമായ ആകൃതിയും മിനുസവും പമ്പയിലെ ഈ മണ്ണ് ഉറപ്പു നൽകുന്നു. സാധാരണ കണ്ണാടിയേക്കാൾ ആറന്മുള കണ്ണാടി മികച്ചതാവുന്നത് എന്തുകൊണ്ട്? സാധാരണ കണ്ണാടിയിൽ പ്രകാശം ആദ്യം ഗ്ലാസ്സിലൂടെ കടന്നുപോയി പിന്നിലെ കോട്ടിൽ തട്ടി തിരിച്ചു വരുന്നു. ഇത് ചെറിയൊരു വക്രീകരണത്തിന് കാരണമാകും. ഇതിനെ ബാക്ക് സർഫസ് റിഫ്ലക്ഷൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ആറന്മുള കണ്ണാടിയിൽ ഇവിടെ പ്രതിഫലനം നടക്കുന്നത് ഉപരിതലത്തിൽ തന്നെയാണ്. അതിനാൽ ചിത്രം ഒട്ടും ചോർന്നു പോകാതെ കൃത്യമായ വക്രതയോടെ ലഭിക്കുന്നു. നിങ്ങൾ ഒരു പെൻസിൽ ഗ്ലാസ് കണ്ണാടിയിൽ തൊട്ടാൽ പ്രതിബിംബം പെൻസിലും തമ്മിൽ ചെറിയൊരു വിടവ് കാണാം. എന്നാൽ ആറന്മുള കണ്ണാടിയിൽ വിടവില്ലാതെ അവ കൂട്ടിമുട്ടും. ഒരു കണ്ണാടി നിർമ്മിക്കാൻ ആഴ്ചകളോളം നീളുന്ന പ്രയത്നം ആവശ്യമാണ്. കൽക്കരിയും വൈക്കോലും ഉപയോഗിച്ച് ഉരുകിയ ലോഹം അച്ചിലൊഴിച്ച് തണുത്ത ശേഷം ദിവസങ്ങളോളം എണ്ണയും മണലും പ്രത്യേക തുണികളും ഉപയോഗിച്ച് ഉരച്ച് മിനുക്കിയെടുക്കുന്നു. ആ മിനുക്കലിലാണ് ഈ ലോഹകഷ്ണം ഒരു കണ്ണാടിയായി മാറുന്നത്. കേരളത്തിൻ്റെ ഈ പൈതൃകം വെറും ഒരു അലങ്കാര വസ്തുവല്ല, അത് നമ്മുടെ പൂർവികരുടെ മെറ്റലർജിയിലുള്ള അറിവിൻ്റെ വിസ്മയമാണ്. പമ്പാ നദിയും ആ മണ്ണും ഈ രഹസ്യ കൂട്ടും ചേരുമ്പോൾ ജനിക്കുന്നത് ലോകത്തിനു മുന്നിൽ കേരളം തലയുയർത്തി നിൽക്കുന്ന ഒരു അത്ഭുതമാണ്. പുതിയ കാലത്തെ ഫാക്ടറി നിർമ്മിത ഉൽപ്പന്നങ്ങൾക്കിടയിൽ ഈ കൈവേല ഇന്നും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ മറക്കപ്പെട്ട പാരമ്പര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അത്ഭുതവുമായി വീണ്ടും കാണാം. ബൈ, നിങ്ങളുടെ ലാൽ.